ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത ജാഗ്രത, പരിശോധനകൾ കർശനമാക്കി ഡൽഹി പോലീസ്. IED സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. തന്ത്രപ്രധാന മേഖലകളും തിരക്കേറിയ ഇടങ്ങളും പോലീസിന്റെ കർശന സുരക്ഷാ നിരീക്ഷണത്തിലാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ കൂടി ചേരുന്നുണ്ട്. അർജുൻ, കനത്ത സുരക്ഷയിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അനിൽ, ശ്രീനിധി, ഡൽഹിയിൽ തുടർ സ്ഫോടനങ്ങൾ, അതും IED ഉപയോഗിച്ചുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസി ഇന്റലിജൻസ് വിവരമായി ഡൽഹി പോലീസിന് കൈമാറിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യതലസ്ഥാനത്തിലെ തന്ത്രപ്രധാന മേഖലകളിലും അതുപോലെ വലിയ തിരക്കേറിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ്. കഴിഞ്ഞ ദിവസം ലക്നൌ ATS ഒരു പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 9 ഭീകരരെ പിടികൂടിയിരുന്നു. അവരുടെ ചോദ്യം ചെയ്യലെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശം ഡൽഹി പോലീസിന് സുരക്ഷാ ഏജൻസികൾ നൽകിയിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ഇവരിൽ ചോദ്യം ചെയ്യലിൽ നിന്നും പ്രധാനമായി മനസ്സിലായത് ഡൽഹിയിലെയും ഹരിയാനയിലും സുപ്രധാനമായിട്ടുള്ള സൈനിക ക്യാമ്പുകൾ, അതുപോലെ ആരാധനാലയങ്ങൾ, ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകൾ, ഇതെല്ലാം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് IED ഉപയോഗിച്ച് സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതി ഇട്ടിരുന്നു എന്നൊരു കാര്യം ഇവർ പോലീസിനോടും ഇന്റലിജൻസ് ഏജൻസികളോടും സമ്മതിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പഞ്ചാബിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തുടർ സ്ഫോടനങ്ങൾ, അവിടെ ഉണ്ടായിട്ടുള്ള സുരക്ഷാ സംഭവ വികാസങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശത്തിലേക്ക്, ജാഗ്രതാ നിർദ്ദേശത്തിലേക്ക് ഇന്റലിജൻസ് ഏജൻസികൾ, സുരക്ഷാ ഏജൻസികൾ പോയിരിക്കുന്നത് എന്ന് പറയാം. ഇതിനോടകം തന്നെ ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലയിലെല്ലാം തന്നെ വലിയ തോതിൽ സുരക്ഷാ വിന്യാസം ഉണ്ടായിട്ടുണ്ട്. ഡൽഹി പോലീസ് തന്നെയാണ് ഈ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. കൂടുതൽ ഏജൻസികൾ കൂടി അന്വേഷണം നടത്തി വരികയാണ് എന്നുള്ളൊരു വിശദീകരണം കൂടി നമുക്കിപ്പോൾ സുരക്ഷാ ഏജൻസികളുടെ ഭാഗത്തുനിന്നും ലഭ്യമായിട്ടുണ്ട്. അനിൽ, ശ്രീനിധി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.